അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നാം ഒക്കെ ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ സ്ഥാനം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കറിയാം, മാസങ്ങളിൽ ചില മാസങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇതുപോലെ വ്യക്തികൾക്കും നാം ഓരോരുത്തർക്കും അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ സ്ഥാനങ്ങൾ, ഓരോരുത്തർക്കും വ്യത്യസ്തമായ സ്ഥാനങ്ങളായിരിക്കും. ഈ സ്ഥാനങ്ങളെ എങ്ങനെയാണ് കാറ്റഗറി ചെയ്യുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിആറുകളെ എങ്ങനെയാണോ ബഹുമാനിക്കുന്നത്, ആ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ആ ഒരു സ്ഥാനത്തിന് വ്യത്യാസം സംഭവിക്കുക. അറഫ ദിവസം പോലത്തെ, അല്ലെങ്കിൽ പരിശുദ്ധ റമദാൻ പോലത്തെ, മുഹറം മാസം പോലത്തെ, ഇങ്ങനെയുള്ള റബീഉൽ അവ്വൽ മാസം പോലത്തെ, ഇങ്ങനെയുള്ള ഓരോ മാസങ്ങൾക്ക് അതിൻ്റെ ഓരോ ദിവസങ്ങൾക്കും ഓരോ സമയത്തിനും അതിൻ്റെതായ പവറുകളുണ്ട്. ആ പവറുകൾ നാം മനസ്സിലാക്കി അതിനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുമ്പോഴേ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് വലിയ സ്ഥാനങ്ങൾ ലഭിക്കുകയുള്ളൂ. നമുക്കറിയാം, ഇന്നത്തെ ഈ ദിവസം, ഈ ഒരു ദിവസം അറഫ ദിവസം, ഇതിൻ്റെ രാവും പകലൊക്കെ നമ്മൾ ബഹുമാനിക്കുകയാണ്. രാത്രിയെ നാം ഹയാത്താക്കുകയും പകലിനെ നാം നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഹയാത്താക്കുകയും ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് ഈ അറഫ? നമ്മൾ ബഹുമാനപ്പെട്ട നമ്മുടെ ഉപ്പാപ്പയായ, നമ്മുടെ ഉമ്മാമയായ ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവിയെയും നാം അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് അറഫയിൽ നിൽക്കുന്നതും ഒക്കെ. ആ അറഫയ ദിവസത്തെ മറ്റുള്ളവരൊക്കെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹവ്വാ ബീവിയെയും സ്വർഗത്തിൽ നിന്ന് ഇറക്കുകയും രണ്ടാളെയും രണ്ട് സ്ഥലത്ത് ഇറക്കുകയും അങ്ങനെ കണ്ടുമുട്ടുകയും ഒക്കെ ചെയ്ത് പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കിയ ആ ഒരു സ്ഥലമാണ് അറഫ. അപ്പോൾ ഈ ഒരു ദിവസത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത്, അറഫ ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. അത് എന്നാണ് അറഫ ദിവസം നോമ്പനുഷ്ഠിക്കേണ്ടത്? അറഫയിൽ നിൽക്കുന്ന ദിവസമാണോ? അല്ല, നമുക്ക് എന്നാണോ ദുൽഹിജ്ജ 9 വരുന്നത്, പെരുന്നാളിൻ്റെ തലേ ദിവസം എന്നാണ്, ആ ദിവസമാണ് നമ്മൾ നോമ്പനുഷ്ഠിക്കേണ്ടത്. ഇന്ന് 2026 നമുക്ക് വരുന്നത് ബുധനാഴ്ച ദിവസം, നാളത്തെ ദിവസമാണ്. ഈ ബുധനാഴ്ച ദിവസമാണ് ദുൽഹിജ്ജ 9 വരുന്നത്. അന്നാണ് നമ്മൾക്ക് നോമ്പനുഷ്ഠിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, ഈ ഒരു അറഫ ദിവസം ഒരാൾ നോമ്പനുഷ്ഠിക്കുകയാണ് 2 വർഷത്തെ പാപങ്ങൾ പുറത്തു തരുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. കഴിഞ്ഞ വർഷത്തെയും വരാൻ പോകുന്ന വർഷത്തെയും ദോഷങ്ങൾ പുറത്തു തരും. ഇതിനൊക്കെ ആസ്പദമാക്കിക്കൊണ്ട് മഹത്തുക്കളൊക്കെ പറഞ്ഞത്, നമുക്ക് വരുന്ന 1 വർഷം കൂടി ജീവിക്കാനുള്ള ആയുസ് അല്ലാഹു തആല നൽകുമെന്നും. എന്താ നമ്മൾ നോമ്പ് നോൽക്കാൻ കാരണം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, നമ്മളത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട്, അവൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. കാരണം അഫ്ളലുൽ അയ്യാം, ദിവസങ്ങളെ കൂട്ടത്തിൽ, പകലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹത്വമുള്ള പകലാണ് അറഫ ദിവസത്തിലെ പകല്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു മഹത്വമുള്ള ദിവസം നമ്മൾ നോമ്പ് കൊണ്ട് ധന്യമാക്കണം. മാത്രമല്ല, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്, ഈ ഒരു ദിവസം നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റുകൾ അധികരിപ്പിക്കണമെന്നും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം ദിവസങ്ങളൊക്കെ നമ്മൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അറഫ നോമ്പിൻ്റെ നിയ്യത്ത്, നവൈതു സൗമ ഗദിൻ അൻ അദാഇ സുന്നത്തി യൗമി അറഫത ലില്ലാഹി തആല.